കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഗാന്ധി സ്മരണയെക്കുറിച്ച് പറയുകയുണ്ടായി. മഹാന്മാരെ കുറിച്ച് നമ്മൾ സ്മരിക്കുന്നത് ആ ഗുണത്തിന്റെ ചെറിയൊരു അംശം നമുക്ക് കിട്ടാനാണ്. ഈ ലോകത്ത് എത്രയോ ചീത്ത വ്യക്തികളുണ്ട്, ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളത് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കിപ്പോ എന്താണെന്ന് മനസ്സിലാക്കാറുള്ളത്? നമ്മൾ എന്ത് ഗുണപാഠമാണ് പഠിക്കുന്നത്? വളരെ മോശമായിട്ട് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ന് നടന്ന നാളത്തെ പത്രങ്ങളിൽ തലക്കെട്ടായിരിക്കും. അതുകൊണ്ട് എന്താ ഇപ്പൊ പഠിച്ച അങ്ങനെ ആവാന്നോ? അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാവുന്നതാണോ? തെറ്റായ കാര്യങ്ങൾ തലക്കെട്ട് കൊടുത്ത് അതിനെ വർണ്ണിച്ച് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ മനസ്സുകൊണ്ട് നാം അതിന്റെ ഒരു റിഹേഴ്സൽ നടത്തുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത് ആ ആശയം കേട്ട ഉടനെ മനസ്സുകൊണ്ട് നാം റിഹേഴ്സൽ നടത്തും. അപ്പോഴല്ലേ നമുക്കത് മനസ്സിലായത്. നാവ് കൊണ്ട് പറയാൻ അറയ്ക്കുന്ന ഒരു കാര്യം പത്രത്തിൽ വായിച്ചു, ടിവിയിൽ വാർത്ത പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ സങ്കല്പിച്ചു. ആ സങ്കല്പത്തിലൂടെയാണ് ഈ വിഷയം നമ്മുടെ മസ്തിഷ്കത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നത്. ഏത് കാര്യവും മകൻ അച്ഛനെ തല്ലിയെന്നോ കൊന്നുവെന്നോ തലക്കെട്ട് വിസ്തരിച്ച് വായിച്ചപ്പോ ഞാനൊരു മകനാണല്ലോ, എന്റെ അച്ഛനെ തല്ലിയിരുന്നത് തെറ്റോ ശരിയോ എന്നോട്ടെ റിഹേഴ്സൽ നടത്തി. അച്ഛൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ അവനവന്റെ അച്ഛനെ ഓർമ്മ വന്നു. മകൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മകനെ ഓർമ്മ വന്നു. അയൽവാസി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ അയൽവാസി ഓർമ്മ വന്നു. ഇതിന് പകരം മഹാന്മാരുടെ നല്ല പ്രവൃത്തികള് നമ്മൾ പറയുമ്പോൾ എന്താവുന്നറിയോ? അങ്ങനെ വേണമെന്ന് നമുക്കും തോന്നും. കുട്ടികൾക്ക് അത് വേണം പറഞ്ഞു കൊടുക്കാൻ. നമുക്കും അങ്ങനെ നന്മ ചെയ്താന്താ? എന്റെ ജീവിതത്തിലും അങ്ങനെ നന്മ ചെയ്താന്താ? ഗാന്ധിജി ഒരു സിനിമയെ കണ്ടുള്ളൂ, ഹരിശ്ചന്ദ്ര. കണ്ടപ്പോ എനിക്കും ഹരിശ്ചന്ദ്രനെ പോലെ സത്യം മാത്രം പറഞ്ഞിട്ട് ജീവിച്ചാൽ എന്താ തോന്നി. നെഗറ്റീവ് നമ്മളെ നശിപ്പിക്കുന്നു. ഹരിശ്ചന്ദ്രൻ നുണ പറഞ്ഞു എന്നുള്ള ലേഖനങ്ങൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് സ്ഥാപിക്കേണ്ട അതാണോ? ഹരിശ്ചന്ദ്രൻ നുണ പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോ അത് എത്ര നുണ വേണമെങ്കിൽ പറയില്ല. ഹരിശ്ചന്ദ്രൻ വരെ നുണ പറഞ്ഞു, ഇന്ന ആള് വരെ ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന കഴിവുള്ള ഒരു വ്യക്തി എപ്പോഴും നിരന്തരം മദ്യപാനാണ്, അതിനെന്തേ പഠിച്ചേ? മഹാന്മാരുടെ ജീവിതത്തിലെ ചലനങ്ങളിലെ നൊബിലിറ്റി ഉള്ള അംശത്തെ നാം ഏറ്റെടുക്കണം. അതാണ് ഗാന്ധിജിയുടെ പ്രസക്തി. ലങ്കയിൽ ഗാന്ധിജി പോയി, കസ്തൂർബായും ഉണ്ട്. സ്വാഗതം പറയാനായിട്ട് ഒരാൾ വന്നു ആ വേദിയിൽ. ഈ സ്വാഗതം പറയാന്ന് പറയുമ്പോ കൂട്ടത്തൊരു കാര്യം പറയട്ടെ, ചില ചടങ്ങിനെ ഏറ്റാൽ അന്ന് മുതൽക്ക് ഫോൺ വിളിച്ച് പീഡനം തുടങ്ങും. അല്ല, സ്വാഗതം പണ്ട് ഞാനാണ്, ബയോഡാറ്റ ഒന്ന് പറഞ്ഞു തരണം. ഇതൊക്കെ ഫോണിൽ കൂടെ പറയാൻ പറ്റും. ബയോഡാറ്റ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കും. ചോദിച്ച് 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതിനിടയ്ക്ക് നമ്മൾ 40 വേദിയിൽ സംസാരിക്കുന്നുണ്ടാവും. ഈ ബയോഡാറ്റ ചോദിച്ച് ഞാൻ ഒരാളെ പറഞ്ഞയക്കാം ഞായറാഴ്ച, ബയോഡാറ്റ ഒന്ന് എഴുതി കൊടുത്തയക്കും, എനിക്ക് പഠിക്കാനാ. അങ്ങനെയും ബുദ്ധിമുട്ടിച്ചു. ആള് വന്നു, ഇത് കൊടുത്തു.
ഒടുവിൽ സ്വാഗതം പറയലാണ് രസം. ആ സ്വാഗതം പറയുന്ന രീതി ഈ വന്നിരിക്കുന്നത് പി ആർ നാഥൻ എന്ന സീരിയൽ നടനാണ്. ഇതപ്പൊ പഠിച്ചേ. എവിടുന്നാ വരി കിട്ടിയേ? ഞാൻ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടില്ല. ഇത്രയും കാലം പീഡിപ്പിച്ചിട്ട് നിങ്ങൾ ആരാന്ന് ചോദിച്ച് നിങ്ങൾ എന്നെ വിളിക്കണ്ടെന്ന് കൊണ്ട് അവസാനം കൊണ്ടുപോയിട്ട് കൊള്ളാക്കി. ഒരിടത്ത് ചെന്നു, ചായയിൽ മധുരം ഇടാമോ? എനിക്ക് ചായ കുടിക്ക് വേണ്ടാമെന്ന് ഞാൻ പറഞ്ഞില്ല. മധുരട്ട ചായ അല്ലാതെ ശരിയാവില്ല, മധുരം വേണം. രണ്ടാമത് കുറച്ച് കഴിഞ്ഞ ഒരാൾ വന്നു, അല്ല ചായയിൽ മധുരം ഇടാമോ? അപ്പൊ ആയിട്ടാളല്ല, പിന്നീട് ഒരാള്, ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്കുള്ള ചായയിൽ മധുരം ഇടാമല്ലോ? മധുരം വേണമെന്ന് 4 പേരോട് പറഞ്ഞു. സീറ്റ് മാറി വേറെത്തിയിരുന്നു. എന്റെ മുമ്പിൽ ചായ കൊണ്ടു വെച്ചപ്പോ കുടിച്ചു നോക്കുമ്പോ അതിൽ മധുരം ഇട്ടിട്ടേ ഇല്ല. ഞാൻ ഇവരോട് ആരോടും മിണ്ടിയില്ല. ഇനി അവർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പഞ്ചസാര എവിടുന്നെങ്കിലൊക്കെ എടുത്ത് കൊടുന്നത് കുളിക്കറി ഞാൻ കുറച്ച് കുടിച്ചപ്പോഴേ കയ്പുകൊണ്ട് നിർത്തി അവിടെ വെച്ചു. സംസാരിക്കുന്ന വിഷയം തന്നെ മനുഷ്യരുടെ വകതിരിവില്ലായ്മ എന്നാണ്. അപ്പൊ അവിടെ നിങ്ങൾ കൊടുക്കുന്ന ചായ വരെ എന്നിട്ട് ഉദാഹരണം അവിടെ പറയാൻ പറ്റില്ലല്ലോ. ഒരിടത്ത് നടന്നത് വേറൊരിടത്തല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ പറഞ്ഞാൽ അയ്യോ അത് പറ്റിപ്പോയി, അത് രാമകൃഷ്ണൻ ഗോപാലകൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. ഗാന്ധിജി ഇരിക്കുന്ന സ്റ്റേജിലാണ് പറയണത് സ്വാഗത പ്രസംഗമാണ്. ഗാന്ധിയുടെ മാതാവായ കസ്തൂർബ ഗാന്ധി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആരൊക്കെ തിരുത്തി. ഗാന്ധിജി പറഞ്ഞ മറുപടിയിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാനുണ്ട്. ഗാന്ധിജി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, കസ്തൂർബ എന്റെ അമ്മയാകുന്നു. അനവധി ആശയങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. പ്രായമായി ഭാര്യ അമ്മയായി വരണം, അത് അമ്മയാണത്. ഇത് കാരണം കൊണ്ടാണ് തമിഴ്നാട്ടിലൊക്കെ വിളിക്കുക. ഇത് തമിഴ്നാട്ടിൽ ആരോ എനിക്ക് പറഞ്ഞു തന്നിട്ട് ആണ് ഈ സംഭവം. 3 വയസ്സായ കുട്ടിയെ വിളിക്കുക അമ്മ, 75 കഴിഞ്ഞ സ്ത്രീയെ വിളിക്കുക അമ്മ. അമ്മമാരുണ്ടാക്കിയ ആഹാരം, അയ്യോ നാം ആഹാരം കഴിക്കുന്ന സ്ത്രീകള് ഉണ്ടാക്കിയതാണെങ്കിൽ അമ്മമാര് ഉണ്ടാക്കിയ ആഹാരം ആണ്. പരമാവധി ഹോട്ടൽ ആഹാരത്തിൽ നിന്ന് ഞാൻ മോചനം നേടാൻ ശ്രമിക്കും, ഹോട്ടലിലേക്ക് പോവാതെ. വീട്ടിലുണ്ടാക്കിയ കുറച്ച് കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് മതി. കാരണം അത് ഒരമ്മ ഉണ്ടാക്കിയില്ല, ഒരമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് മക്കൾക്ക് വേണ്ടി. അല്ല, അത് ആ സ്ത്രീ കല്യാണം കഴിച്ചിട്ടില്ല, അതല്ല അർത്ഥം. സ്ത്രീകളൊക്കെ അമ്മയാണ്. മുതിർന്ന സ്ത്രീകള് മാതൃഭാവത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് പരാശക്തിയെ മാതാവ് എന്ന് വിളിക്കുന്നത്. മാതാ, ലളിതാ സഹസ്രനാമത്തില് ഓം ശ്രീ മാതാ എന്ന പ്രയോഗത്തിന്റെ കാരണം. അപ്പൊ കസ്തൂർബ ഭാര്യയാണെങ്കിലും ഗാന്ധി പറഞ്ഞു അമ്മ എന്നുള്ള പ്രയോഗം ശരിയാണ്, കസ്തൂർബ എന്റെ അമ്മ തന്നെ ആണ്. ശ്രീരാമകൃഷ്ണ പരമഹംസര് ഒരു തവണ അനിയന്റെ മകള് മുറിയിലേക്ക് വന്നു. ആ അനിയന്റെ മകള് മുറിയിലേക്ക് വന്നപ്പോ തിരിഞ്ഞപ്പോ കണ്ടില്ല, വിചാരിച്ചത് ശാരദാദേവിയാണ്. ശാരദാദേവി ആണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് ഇന്ന കാര്യം ചെയ്യുമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അന്നത്തെ പ്രാദേശിക ഭാഷയിൽ ഈ കുട്ടി പറഞ്ഞു ഞാൻ ചെയ്തോളാം. അപ്പൊ നോക്കുമ്പോ ശാരദ അല്ല അല്ലേ. എന്റെ വാക്കുകൾ കുറച്ച് പരുഷം
ആയി മോളെ. അയ്യോ, അതിപ്പോ വല്യച്ഛൻ എങ്ങനെ വേണമെങ്കിൽ എന്നെ പറയാലോ. ഇത് ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു സ്വാതന്ത്ര്യം വരുമല്ലോ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോഴും കുറച്ചൊരു സ്വാതന്ത്ര്യം ഒച്ചത്തിലൊക്കെ വരുമല്ലോ. എന്റെ ഭാര്യ പറഞ്ഞു, എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ കുറെ നേരമായല്ലോ വിളി തുടങ്ങിയിട്ട്. ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ വേറൊന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അടുക്കളയിൽ നിന്ന് എത്ര തവണ വിളിക്കണം എന്ന് കൊണ്ടാ ഓടി വരും. ആ ഒരു സ്വാതന്ത്ര്യം ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ഉണ്ടല്ലോ. ശാരദാദേവി ആണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അനിയന്റെ മകളാണെങ്കിലും സ്വന്തം മകളാണെങ്കിലും ആ ശബ്ദം ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം പരമോസർ പറഞ്ഞു, ഇന്നലെ രാത്രിക്ക് ശരിക്കും ഉറക്കം കിട്ടിയില്ല, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇത് ഇതേപോലെ പലതും നമുക്ക് നിന്ന് പഠിക്കാനുണ്ട്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ കൊച്ചു സംഭവത്തിൽ നിന്ന് വരെ അഹിംസ. ഞാൻ യഥാർത്ഥത്തിൽ അഹിംസയുടെ വ്യാഖ്യാനം മനസ്സിലാക്കിയത് ഗാന്ധിയിൽ നിന്നാണ്. ഗാന്ധിജിയുടെയും ഭക്തനാണെന്ന് പറയാം. കാരണം ഗാന്ധി സാഹിത്യം മുഴുവനെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ജീവിതം ശ്രമിച്ചിട്ടുണ്ട്. ഒന്നിനെയും വേദനിപ്പിക്കരുത്, ഒരു വൃക്ഷത്തെ പോലും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ? ഇത് പറയുന്ന ആള് പല്ലിയേക്കാൻ വേണ്ടി ഒരു വേപ്പും കമ്പ് ഒടിച്ചു. ഗാന്ധി ചോദിച്ചു, വേപ്പുമരത്തിന് വേദനിക്കില്ലേ? എന്താ ബാപ്പുജി പറഞ്ഞത്? പല്ലിയേക്കാൻ ഒരു വേപ്പും കമ്പ് വേണ്ടേ? ഇതിനൊക്കെ വേദനിച്ചിട്ട് ഒന്നും പൊട്ടിക്കാതിരിക്കുക. ഗാന്ധി പറഞ്ഞു, അഹിംസയുടെ അർത്ഥം മനസ്സിലാക്കണം. പള്ളി കേൾക്കാൻ വേപ്പും കമ്പ് വേണം. ഇത്ര വലിയ വേപ്പും കമ്പ് വേണം? നിങ്ങളിപ്പോ എന്താ ചെയ്ത്? വേപ്പിന്റെ വലിയൊരു കമ്പാട്ട് ഓടിച്ചു, എന്നിട്ട് അതിനൊരു കഷ്ണം എടുത്തു. ഇത്രയും വലിയ വേപ്പും കമ്പ് വേണം? അവനവൻ ആവശ്യത്തിലുള്ളതിന്റെ അപ്പുറം ഒരു ലേശം ഉപയോഗിക്കുന്നത് ഹിംസയാണ്, വേസ്റ്റാണ്. ഇത് പഠിക്കുന്ന കാലത്ത് ഞാൻ വായിച്ച ഒരു കാര്യമാണ്. എവിടെയോ ഗാന്ധിജി നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ധന്യമീ ദിനത്തിൽ വിഷയം ഇതായി. നമസ്കാരം.